നമസ്കാരം. സൈക്കോപാത്തിന്റെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങളുടെ വീഡിയോകൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സൈഡിലുള്ള ബെല്ലൈക്കൺ അമർത്തുക. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോകൾ നിങ്ങൾക്ക് അപ്പോൾ ലഭിക്കുകയുള്ളൂ. ഇന്നത്തെ നമ്മുടെ വീഡിയോ സ്വിച്ചിനെ പറ്റി തന്നെയാണ്. സ്വിച്ചിന്റെ കുറച്ചുകൂടി അഡ്വാൻസ് ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ വേണ്ടിയാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ സ്വിച്ച് എന്താണെന്ന് മനസ്സിലാക്കിയിരുന്നു. അപ്പോൾ ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ സാധിക്കുകയുള്ളൂ. ആ വീഡിയോ മാത്രമല്ല, അതിനു മുമ്പ് നമ്മൾ കറക്റ്റ് ചാപ്റ്റർ പോലെ വീഡിയോസ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോകളെല്ലാം കണ്ടു കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് സി എങ്ങനെ പ്രോഗ്രാം ചെയ്യാമെന്നുള്ള ഒരു ബേസിക്സ് ഇത് കിട്ടത്തുള്ളൂ. അപ്പം ആ വീഡിയോകളുടെ എല്ലാം അടങ്ങുന്ന പ്ലേലിസ്റ്റിന് ലിങ്ക് ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിലും മുകളിൽ ഐക്കാർട്ടിലും ഉണ്ടായി ഞെക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കുന്നതാണ്. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മളൊരു കാൽക്കുലേറ്റർ ആണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം നമ്മൾ ഈ ഒരു എപ്പിസോഡിൽ നമ്മൾ കാൽക്കുലേറ്റർ അല്ല, ഒരു നമ്മൾ എൻ്റർ ചെയ്യുന്ന ക്യാരക്ടർ വവ്വലാണോ അല്ലയോ എന്ന് അറിയുന്ന ഒരു പ്രോഗ്രാമാണ് ചെയ്യാൻ പോകുന്നത്. അപ്പം നമുക്ക് ഏതായാലും അതിനായിട്ട് ഉള്ള ഒരു ഫയൽ ഉണ്ടാക്കാം. അപ്പം ഓപ്പൺ ചെയ്തു. ഇനിയും നമുക്ക് ആദ്യം നമ്മുടെ ആവശ്യമുള്ള ഹെഡർ ഫയലുകൾ ഇൻക്ലൂഡ് ചെയ്യാം. ഇതൊക്കെ മുമ്പത്തെ വീഡിയോകളിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ അധികം പറയുന്നില്ല അതിനെപ്പറ്റി. അപ്പോൾ നമ്മൾ 2 ഹെഡർ ഫയലുകൾ ഇൻക്ലൂഡ് ചെയ്തു. നമ്മൾ അതിനുശേഷം മെയിൻ ഫംഗ്ഷൻ്റെ അകത്തേക്ക് കടന്നു. ഇനിയും നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, നമുക്ക് തന്നിരിക്കുന്ന ക്യാരക്ടർ ഒരു വവ്വലാണോ അല്ലയോ എന്നാണ് ചെക്ക് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്കൊരു ക്യാരക്ടർ ഇൻപുട്ട് ചെയ്യണം. ഇൻപുട്ട് ചെയ്ത ക്യാരക്ടർ സ്റ്റോർ ചെയ്യാൻ നമുക്കൊരു വേരിയബിളിൽ ആവശ്യമുണ്ട്. നമുക്ക് ആദ്യം ആ വേരിയബിൾ ഉണ്ടാക്കാം. ആ വേരിയബിൾ ക്യാർ ടൈപ്പിലുള്ളതായിരിക്കും. അപ്പോൾ നമ്മൾ ആ വേരിയബിൾ ഉണ്ടാക്കി. ഇതിനുശേഷം നമ്മുടെ സ്ക്രീൻ ഒന്ന് ക്ലിയർ ആക്കണം. അതിനുള്ള ക്ലിയർ സ്ക്രീൻ എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഉപയോഗിക്കാം. ക്ലിയർ സ്ക്രീൻ എന്ന ഫംഗ്ഷൻ നമ്മൾ ടെർബോയിലെ IDEയിൽ യൂസ് ചെയ്യുന്നത് കൊണ്ടാണ് കൂടുതലായിട്ടും ഉപയോഗിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ജിനി സി കമ്പൈലറൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർ ടെർമിനലിലായിരിക്കും നമുക്ക് ഔട്ട്പുട്ട് ഇടുന്നത്. അപ്പം നമുക്ക് ആ ടെർമിനൽ ക്ലിയർ ചെയ്യേണ്ട കാര്യമില്ല, അതുകൊണ്ട് നമ്മൾ ഈ ഫംഗ്ഷൻ ഒന്നും ഉപയോഗിക്കുകയില്ല. അപ്പോൾ നമുക്ക് ക്ലിയർ സ്ക്രീൻ ഉപയോഗിച്ചു. ഇനി നമുക്ക് അടുത്ത എന്താണെന്ന് പറഞ്ഞാൽ, നമുക്കിവിടെ യൂസറിന് ഒരു ഇൻപുട്ട് വേണം. നിങ്ങൾ ഒരു ക്യാരക്ടർ എൻ്റർ ചെയ്യാൻ പറഞ്ഞു. ആ ഒരു ഇൻപുട്ട് അല്ലെങ്കിൽ ആ ഒരു മെസ്സേജ് നമുക്ക് കൊടുക്കാനുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഇതാ. ഈ മെസ്സേജൊക്കെ ശരിക്കും ഈ പ്രോഗ്രാമിൽ കൊടുക്കുന്നത് എന്തിനാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ യൂസർക്ക് ഉപയോഗിക്കുന്ന മറ്റൊരാളാണ്. അപ്പോൾ അയാൾക്ക് നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് വ്യക്തമാക്കുവാൻ വേണ്ടിയാണ് നമ്മൾ ഈ മെസ്സേജ് സത്യത്തിൽ കൊടുക്കുന്നത്. ഇനി നമുക്ക് ക്യാരക്ടർ റീഡ് ചെയ്യാനുള്ള സ്റ്റേറ്റ്മെന്റ് ഇതാണ്. ഇനിയാണ് നമ്മൾ സ്വിച്ച് ഫംഗ്ഷനിലേക്ക് കിടക്കുന്നത്. അപ്പം നമ്മൾ സ്വിച്ച് ഫംഗ്ഷന്റെ ഇതെങ്ങനെയാണെന്നുള്ള കഴിഞ്ഞ എപ്പിസോഡിൽ ഡിസ്കസ് ചെയ്തതാണ്. ഈ ഓപ്പൺ ക്ലോസ് ബ്രാക്കറ്റിന്റെ അകത്ത് നമ്മൾ ചേഞ്ച് ആകുന്ന വേരി ചെയ്യുന്ന ഡാറ്റയാണ് ഇടേണ്ടത്. അത് നമ്മൾ CH എന്ന് പറഞ്ഞ ആ ക്യാരക്ടർ കൊടുത്തു. ഇനി നമ്മൾ ഓരോ പർട്ടിക്കുലർ കേസ് ആയിട്ടാണ് കാര്യം എഴുതാൻ പോകുന്നത്. അപ്പോൾ വവ്വലാണോ എന്നാണ് നമുക്ക് ചെക്ക് ചെയ്യേണ്ടത്. അപ്പം വവ്വൽസ് ആണ് AEIOU. അപ്പം AEIOU ആണെങ്കിൽ അത് വവ്വലാണെന്ന് പ്രിന്റ് ചെയ്യണം, അല്ലെങ്കിൽ വവ്വൽ അല്ല എന്ന് പ്രിന്റ് ചെയ്യണം. അപ്പം നമ്മൾ AEIOU ഓരോ കേസാക്കി കൊടുക്കുന്നതായിരിക്കും നമുക്ക് എളുപ്പം. AEIOU ഒഴിച്ചുള്ള മറ്റുള്ള കാര്യങ്ങൾ ഒരു കേസുകളാക്കി കൊടുക്കുന്നതിലും കുറച്ചുകൂടി എളുപ്പം AEIOU കേസാക്കി കൊടുക്കുന്നതാണ്. അപ്പം നമ്മൾക്ക് AEIOU കേസാക്കി കൊടുക്കുക. കേസ് നമ്മൾ ക്യാരക്ടർ ആയതുകൊണ്ടാണ് അത് സിംഗിൾ കോട്ട്സിൽ എഴുതിയിരിക്കുന്നത്. കോളൻ ഇടുന്നു. കോളൻ ഇട്ടതിന് ശേഷം നമ്മൾ കൊടുക്കേണ്ടത് പ്രിന്റ് ചെയ്യണം. എന്താണ് പ്രിന്റ് ചെയ്യേണ്ടത്? ഇതൊരു വവ്വലാണെന്നുള്ളത്. ഇതിനുശേഷം നമുക്ക് ബ്രേക്ക് ഇടണം. ഇത് കഴിഞ്ഞ് A ചെക്ക് ചെയ്തു. ഇനി EIOU ബാക്കിയുള്ള ലെറ്റേഴ്സ് എല്ലാം ഞാൻ ഇതുപോലെ എഴുതാൻ പോവുകയാണ്. ഈ ബ്രേക്ക് ഇട്ടില്ലെങ്കിൽ എന്ത് സംഭവിക്കുന്ന ഒരു സംശയമല്ല നിങ്ങൾക്കാണ്. അത് ഈ എപ്പിസോഡിൽ നമ്മൾ ക്ലിയർ ചെയ്ത് കാണിക്കുന്നതാണ്. അവസാനം നമ്മൾ ബ്രേക്ക് ഒക്കെ ചേഞ്ച് ചെയ്തിട്ട് നിങ്ങൾ റൺ ചെയ്ത് കാണിക്കുക. അപ്പം നിങ്ങൾക്ക് എന്ത് മാറ്റമാണ് വരുന്നതെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ബ്രേക്ക് എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു ജംപ് സ്റ്റേറ്റ്മെന്റ് ആണ്. നമ്മൾ കയറിയിരിക്കുന്ന ആ ഒരു പർട്ടിക്കുലർ ഫംഗ്ഷൻ അതിൻ്റെ അകത്ത് നിന്ന് നമുക്ക് പുറത്തേക്ക് ചാടുവാനായിട്ടാണ് ബ്രേക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ AEIOU എന്ന് പറഞ്ഞ കേസുകളെല്ലാം എടുത്തിട്ട് സ്മോൾ ലെറ്റർ മാത്രമാണ് എടുത്തത്. അത് വവ്വലാണെന്നുള്ളത് നമ്മൾ എഴുതി. ഇനി നമുക്ക് അല്ലാതെ ഏതെങ്കിലും വന്നു കഴിഞ്ഞാൽ അത് വവ്വലല്ല. അപ്പോൾ അതിനുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ഡീഫോൾട്ട്. കേസുകളിലുള്ളതൊന്നും വന്നില്ലെങ്കിൽ തെളിയേണ്ടത് എന്താണോ അതിനാണ് ഡീഫോൾട്ട് കൊടുക്കുന്നത്. അപ്പോൾ അവിടെ നമ്മൾ ഡീഫോൾട്ട് എഴുതിയിട്ട് വവ്വലല്ല എന്നുള്ളത് പ്രിന്റ് ചെയ്യണം.
ഇപ്പം നമ്മുടെ പ്രോഗ്രാം ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് സേവ് ചെയ്യാം. അതിനുശേഷം റൺ ചെയ്ത് നോക്കാം. എറർ ഒന്നുമില്ല. ഇപ്പം ഞാനതിൽ എ അടിക്കുകയാണ്. ഓക്കെ, ഇവിടെ ചെറിയൊരു മിസ്റ്റേക്ക് പറ്റി. എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എ അടിച്ചു, അവിടെ ഔട്ട്പുട്ട് കിട്ടി. സംഭവം നമ്മളിവിടെ ഉപയോഗിക്കുന്ന ടെർബോ C++C ആണ്. അത് കാരണം ഗെറ്റ് CH കൊടുക്കാൻ മറന്നു ഞാൻ. അതാണ് ആ ഒരു എറർ പറ്റിയത്. ഗെറ്റ് CH വേറെ ഒന്നുമല്ല, അടുത്ത ക്യാരക്ടറിന് ഇൻപുട്ട് വരുന്നത് വരെ സ്ക്രീൻ അവിടെ നമ്മളെ കാണിക്കുക എന്നുള്ളതാണ് ഗെറ്റ് CH കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് നമ്മൾ ജെനിയിലൊക്കെയാണ് ചെയ്യുന്നതെങ്കിൽ അവരുടെ ടെർമിനൽ അങ്ങനെ ഓഫായി പോകുകയില്ല. അതുകൊണ്ട് നമുക്ക് ഗെറ്റ് CHൻ്റെ ഒന്നും ആവശ്യമില്ല. ഇപ്പം ഞാൻ എ എൻ്റർ ചെയ്തു. എൻ്റർ എ ക്യാരക്ടർ ഈസ് എ വവ്വൽ. ഒന്നുകൂടെ റൺ ചെയ്ത് കാണിക്കുക. അപ്പം ഞാൻ വവ്വൽ അല്ലാത്തൊരു സംഭവം എൻ്റർ ചെയ്തു. കേസ് നോട്ട് വവ്വൽ. അപ്പോൾ കറക്റ്റായിട്ട് വർക്ക് ചെയ്തു. അപ്പം ഈ പ്രോഗ്രാം ഒന്ന് നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം എന്താണെന്ന് പറഞ്ഞാൽ AEIOU എന്നീ ഇത്രയും കേസുകളിലും നമുക്ക് തരുന്ന ഔട്ട്പുട്ട് സെയിം ആണ്. എയ്ക്കും ഇക്കും ഐക്കും ഒക്കും യുക്കും തരുന്ന ഔട്ട്പുട്ട് സെയിം ആണ്. അപ്പം എല്ലാ കേസിനും അല്ലെങ്കിൽ ഒന്നിലധികം കേസുകൾക്ക് ഒരേ ഔട്ട്പുട്ട് തരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനൊരു എളുപ്പമാർഗമുണ്ട്. ഔട്ട്പുട്ട് അല്ല, നമുക്ക് ഒരു തവണ എഴുതിയാൽ മതി. പിന്നെ നിങ്ങൾക്ക് അതെങ്ങനെ എഴുതാമെന്നാണ് കാണിക്കുന്നത്. അപ്പം ഞാൻ ഈ എഴുതിയിട്ട് അത് എക്സ്പ്ലെയിൻ ചെയ്ത് തരാമായിരിക്കും കുറച്ചുകൂടെ എളുപ്പം. അപ്പം നമ്മൾ ഈ കേസിൻ്റെ ഫുള്ള് സ്റ്റേറ്റ്മെൻറ്റ് മായ്ച്ച് കളയണം. അത്രയേ ഉള്ളൂ. കേസ് കോളൻ അത്ര എഴുതിയാൽ മതി. ഇവിടെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ബ്രേക്ക് എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് കളഞ്ഞിട്ടാണ് ഈ ഒരു പരിപാടി ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ എഴുതിയാൽ മതി. ഇതാകുമ്പോൾ കേസ് AEIOU എല്ലാത്തിനും കോൾ ഇട്ടിട്ട് അവസാനത്തേന് മാത്രം നമ്മൾ വവ്വലാന്ന് എഴുതിയാൽ മതി. ഇതിൽ നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ ക്യാപിറ്റൽ ലെറ്ററും കൂടെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വലിയ പാടില്ല. ജസ്റ്റ് കോളൻ ഇട്ട് വിട്ടാൽ മതി. അത് നമ്മളതിൽ ഈസി ആയിട്ട് ക്യാപിറ്റൽ ലെറ്ററും കൂടി ഇംപ്ലിമെൻറ്റ് ചെയ്ത് ഇനി നമുക്ക് ഈ പ്രോഗ്രാം ഒന്ന് റൺ ചെയ്ത് നോക്കാം. സോറി, ഇവിടെ ഒരു ചെറിയ എറർ പറ്റിയിട്ടുണ്ട്. അവിടെ ഞാൻ കോളന് പകരം സെമി കോളനാണ് ഇട്ടത്. അതാണ് അവിടെ പറ്റിയ എറർ. നമുക്ക് സേവ് ചെയ്യാം. അത് നമ്മൾ ക്യാപിറ്റൽ A അടിച്ചു കഴിഞ്ഞാൽ A is a vowel എന്ന് വരുന്നുണ്ട്, കറക്റ്റായിട്ട് വരുന്നുണ്ട്. നമ്മൾ K അല്ലെങ്കിൽ L അടിച്ചു കഴിഞ്ഞാൽ L is not vowel, കറക്റ്റായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ സംഭവിച്ചത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നമ്മൾ കേസ് A അടിക്കുവാണ്, ഇപ്പോൾ സ്മോൾ ലെറ്റർ A അടിക്കുവാണെന്നുണ്ടെങ്കിൽ എയുടെ അകത്ത് empty ആണ്. അപ്പോൾ emptyയിലേക്ക് കിടക്കും. അടിയിലാണെങ്കിൽ ബ്രേക്ക് എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റും ഇല്ല. ബ്രേക്ക് ഇല്ലാത്തത് കാരണം എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ നേരെ എവിടെയാണോ ബ്രേക്ക് ഉള്ളത് അവിടെ വരെയുള്ള കാര്യങ്ങൾ പ്രിന്റ് ചെയ്യും. ഉദാഹരണമായിട്ട് ഞാനിവിടെ കേസ് ഇയുടെ അവിടെ ഒരു സ്റ്റേറ്റ്മെൻറ്റും കൂടെ ആഡ് ചെയ്യുവാണ്. ഞാനിവിടെ സൈക്കോപാത്ത് എന്നും പറഞ്ഞ ഒരു വേർഡും കൂടെ ചുമ്മാ ആഡ് ചെയ്യുകയാണ്. ഇത് ഞാൻ റൺ ചെയ്ത് കാണിക്കാം നിങ്ങൾക്ക്. ഇപ്പം ഞാനിവിടെ A എൻ്റർ ചെയ്തു. A എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ സൈക്കോപാത്ത് A is vowel എന്നാണ് വരുന്നത്. എയുടെ കാര്യം പ്രിന്റ് ചെയ്തതിന് ശേഷം ഇയുടെ കാര്യവും പ്രിന്റ് ചെയ്തതിന് ശേഷം ഈ ഈസ് എ വവ്വൽ എന്ന് വരും. അപ്പോൾ അതേസമയം ഞാനിവിടെ ഒരു ബ്രേക്കും കൂടെ നിങ്ങൾക്ക് ഇട്ട് കാണിച്ചു തരാം. അപ്പോൾ അവിടെയുള്ള ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇവിടെ ഞാൻ ബ്രേക്ക് ഇട്ടു, റൺ ചെയ്യുവാണ്. A കൊടുത്തു കഴിഞ്ഞാൽ സൈക്കോപാത്ത് മാത്രമേ വരുന്നുള്ളൂ, അല്ലാതെ ദിസ് ഈസ് എ വവ്വൽ എന്ന് വരുന്നില്ല. അതായത് ബ്രേക്ക് സ്റ്റേറ്റ്മെന്റ് വെച്ചാണ് നമ്മൾ നേരത്തെ ആ മാറ്റം വരുത്തിയത്. അപ്പോൾ ഇനി നമുക്ക് വേണമെങ്കിൽ ഈ കഴിഞ്ഞുള്ളൊരു സംഭവം നോക്കാം. ഇപ്പോൾ കേസ് O ഒന്ന് നമുക്ക് ഇതിൽ ഇൻപുട്ട് ചെയ്ത് നോക്കാം. O ഇൻപുട്ട് ചെയ്യുമ്പോൾ O ഈസ് വവ്വൽ എന്നാണ് വരുന്നത്. O ഇൻപുട്ട് ചെയ്ത് നോക്കിയപ്പോഴേക്കും ഇത് സൈക്കോപാത്ത് എന്നുള്ള മെസ്സേജ് വന്നില്ല. ഇവിടെ സംഭവിക്കുന്നത് ഇത്രയേ ഉള്ളൂ. ആദ്യം കേസ് ഈ CH എന്ന് പറഞ്ഞ ക്യാരക്ടർ A ആണോ എന്ന് ചെക്ക് ചെയ്യും. A ആണെങ്കിൽ ഇവിടെ എഴുതിയിരിക്കുന്നത് ഈ കോളത്തിൻ്റെ ഇപ്പുറത്തുള്ളതാണ് സംഭവിക്കേണ്ടത്. കോളത്തിൻ്റെ ഇപ്പുറത്ത് ഒന്നും നമ്മൾ നിലവിൽ എഴുതിയിട്ടില്ല, അപ്പം ഒന്നും സംഭവിക്കുകയില്ല. പക്ഷെ അതിൻ്റെ അടിയിൽ നമ്മൾ ആ പുറത്തേക്ക് ചാടുവാനുള്ള ബ്രേക്ക് എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് എഴുതിയിട്ടില്ല. ബ്രേക്ക് എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് എഴുതാത്തപ്പോൾ നേരെ എവിടെയാണോ ബ്രേക്ക് ഉള്ളത് അത് എടുക്കും, അല്ലാതെ കേസിനെ ചെക്ക് ചെയ്യുകയല്ല. പിന്നെ കേസിനെ ഒരു തവണ മാത്രമേ ചെക്ക് ചെയ്യത്തുള്ളൂ. അതാണ് ഇവിടെ സംഭവിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് പറഞ്ഞത് കൃത്യമായി വ്യക്തമായി ഞാൻ വിചാരിക്കുന്നു. അപ്പം ഇതാണ് നമ്മൾ കേസിൻ്റെ അല്ലെങ്കിൽ സ്വിച്ചിൻ്റെ കുറച്ച് അധികം കാര്യങ്ങളാണ് നമ്മളിപ്പോൾ ഈ എപ്പിസോഡിൽ ഡിസ്കസ് ചെയ്തത്. നമുക്ക് ഒന്നിലധികം കേസുകൾ ഉണ്ടെങ്കിൽ ഞാനിപ്പോൾ ഈ പറഞ്ഞ രീതിയിൽ എഴുതിയാൽ മതി. നമ്മൾ ഒരു കേസിനും ബ്രേക്ക് ഇട്ടില്ല എന്നുണ്ടെങ്കിൽ ആദ്യം ഏത് കേസാണോ അക്സെപ്റ്റ് ചെയ്യുന്നത് ആ കേസിലുള്ള കാര്യവും പിന്നെ എപ്പോഴാണോ ബ്രേക്ക് വരുന്നത് അതുവരെയുള്ള മറ്റ് കേസുകളുടെ കാര്യവും കൂടെ പ്രിന്റ് ചെയ്യും.
അതാണ് ഇതിലെ ഏറ്റവും മനസ്സിലാക്കേണ്ട ഒരു കാര്യം. അപ്പൊ നിങ്ങൾക്ക് എന്റെ ഈ വീഡിയോ ഉപകാരപ്രദമായി തോന്നിയെങ്കിൽ എന്റെ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ആശയങ്ങളും അഭിപ്രായങ്ങളും എന്നെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇതിലും നല്ല ഒരു എപ്പിസോഡുമായി ഇനിയും നമുക്ക് കണ്ടുപിട്ടാം. ഇറ്റ്സ് മീ ജയശങ്കർ എപി സൈനിങ് ഔട്ട്. സീ യു.